എല്ലാ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ഒരു സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് മാത്രം പോയിരുന്നു. ഈ കഴിഞ്ഞ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു. ഇനി എങ്ങനെയാണ് സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യുക എന്ന്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം 3 വർഷം കൊണ്ട് തീരേണ്ട ഡിഗ്രി എന്ന പ്രോഗ്രാം ചില സമയത്തൊക്കെ നമുക്ക് 3.5 വർഷം 4 വർഷമൊക്കെ ആകേണ്ടി വരും സപ്ലിമെൻ്ററി എക്സാം ജയിച്ച് റിസൾട്ട് വരുമ്പോൾ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പരീക്ഷാ ഭവനിൽ കാര്യം പറഞ്ഞ് പൈസ അടച്ച് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിനും സർട്ടിഫിക്കറ്റിനും അപ്ലൈ ചെയ്യുക എന്നത് തന്നെയാണ്. ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാർക്ക് ലിസ്റ്റ് കിട്ടിയതുപോലെയല്ല. ഡിഗ്രി എന്ന 3 വർഷ കോഴ്സിന് ശേഷം നമ്മൾ സപ്ലിമെൻ്ററി എക്സാം ജയിച്ച് റിസൾട്ട് വന്നപ്പോൾ ജയിച്ചു, ഇനി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പരീക്ഷാ ഭവനിൽ കാര്യം പറഞ്ഞ് അവിടുന്ന് തന്നെ ടോക്കൺ എടുത്ത് ചലാനടച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കിട്ടും. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ചില കാര്യങ്ങളിൽ നമ്മൾ നേരിട്ട് പോയി കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതിനു വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണ്ടേ, എനിക്ക് സമയമില്ല, പല കാര്യങ്ങളുമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ആലസ്യം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം തന്നെയാണ് പിന്നോട്ട് പോവുക. ആയതുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക, കാര്യം പറയുക, ടോക്കൺ എടുക്കുക, ചലാൻ റെസിപ്റ്റ് എടുക്കുക, അടയ്ക്കുക, നമ്മുടെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് മുന്നോട്ട് പോവുക. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ അതും കിട്ടുകയാണെങ്കിൽ കൈയോടെ തന്നെ വാങ്ങിച്ച് പോരുക എന്നതാണ് ഏറ്റവും നല്ലത്. ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.